മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 2-ാം അധ്യായം 52-ാമത്തെ വാക്യം. സെയിന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 2 വേഴ്സ് 52. ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. ബാല്യകാലത്ത് മറ്റുള്ളവരുടെ സ്നേഹവാത്സല്യങ്ങൾ ധാരാളം ലഭിച്ചു. വളർന്നു വന്നവർ പിൽക്കാലത്ത് വിമർശനങ്ങളും എതിർപ്പുകളും സഹിക്കാനിടയാകുമ്പോൾ ദുഃഖിക്ക് നിരാശപ്പെട്ടേക്കാം. ദൈവവിളി കേട്ടിറങ്ങി മനസാക്ഷിക്ക് വിരുദ്ധമല്ലാതെ ജീവിച്ചിട്ടും ആരും അത് മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന ചിന്താഭാരം ഉണ്ടായേക്കാം. ഈശോയുടെ ബാല്യകാലത്ത് എല്ലാവരുടെയും സ്നേഹവാത്സല്യങ്ങൾ തനിക്ക് ലഭിച്ചിരുന്നു. 12-ാം വയസ്സിൽ ജെറുസലേം ദേവാലയത്തിൽ ചെന്നപ്പോൾ മഹാപുരോഹിതന്മാരുടെയും ശാസ്ത്രിമാരുടെയും സ്വീകരണവും പ്രോത്സാഹനവും തനിക്ക് ലഭിച്ചു. നസ്രത്തിൽ മടങ്ങി വന്ന ശേഷം ഗ്രാമവാസികളുടെ സ്നേഹവും തനിക്ക് ലഭിച്ചിരുന്നു. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ രീതിയെല്ലാം മാറി. നസ്രത്തിലെ സിനഗോഗിൽ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ അവർ കുന്നിൻ മുകളിൽ നിന്ന് തള്ളിയിട്ട് കൊല്ലുവാനൊരുങ്ങി. തുടർന്നുള്ള 3.5 വർഷക്കാലം യഹൂദ പ്രമാണികൾ ഏതു വിധേനയെങ്കിലും ഈശോയെ നശിപ്പിക്കുവാൻ കഠിന ശ്രമം ചെയ്യുകയായിരുന്നു. അവസാനം അവർ ഈശോയെ ക്രൂശിച്ചു. പക്ഷെ ഇന്ന് ലോകം ഈശോയെ ആരാധിക്കുന്നു. ക്രിസ്ത്യാനിയുടെ അനുഭവം ക്രിസ്തുവിന്റെ അനുഭവം തന്നെയായിരിക്കും. നമുക്ക് അപ്രകാരമുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരിക്കലും അധൈര്യപ്പെടരുത്. നാം ഈശോയുടെ മാതൃകയിൽ ജീവിക്കുന്നതിന്റെ തെളിവാണ്. നാം വഴിതെറ്റിയില്ല എന്നറിയുന്നത് എത്ര ആശ്വാസപ്രദമാണ്. ചൈനയിൽ ജനിച്ച് വളർന്ന വാച്ച്മാനി ഭക്തനായ ഒരു ക്രിസ്ത്യാനിയായിരുന്നു. 1960 ശേഷം ചൈനയിലെ ജയിലിൽ കിടന്ന അദ്ദേഹം മരിച്ചു. അദ്ദേഹം സ്വന്തം അനുഭവത്തെപ്പറ്റി ഒരു വൈദികന്റെ മകനായി ജനിച്ചു വളർന്ന എന്നെ സഹവാസികൾ സ്നേഹിക്കുകയും ഇതുപോലെ ഒരു പട്ടം കിട്ടിയ ഒരു ശുശ്രൂഷയ്ക്കായി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. എന്നാൽ എന്റെ അഭിപ്രായങ്ങൾ വ്യക്തമായി പറയുവാൻ തുടങ്ങിയപ്പോൾ വളരെ എതിർപ്പുകൾ സഹവാസികളിൽ നിന്ന് ഉണ്ടായി. ഇന്ന് പുകഴ്ത്തപ്പെടുന്നവർ നാളെ വിമർശിക്കും. അതിൽ പുകഴ്ത്തപ്പെടുകയോ നിരാശപ്പെടുകയോ ചെയ്യേണ്ട ആവശ്യം ഇല്ല. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങളോടുകൂടെ ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.